നെടുമ്പാട് വീഴുക മാത്രം, അവൻ്റെ കാൽക്കൽ വീഴുക മാത്രം. സ്തോത്രം. അപ്പോൾ വമ്പ് പറയുന്നവർ, അഹങ്കാരികൾ. സ്തോത്രം. അടുത്തത് ദൂഷകന്മാരും. എൻ്റെ പൊന്നെ, ആ കൂട്ടത്തിൽ ചേരല്ലേ. സ്തോത്രം. അത് നരകത്തിലേക്കുള്ള വിസായ. സ്തോത്രം. അടിച്ചു മേടിച്ചു വെച്ചിരിക്കുക. മറ്റുള്ളവരെ കുറിച്ച് എന്തു പറയരുത്. സ്തോത്രം. ഇല്ലാത്തതൊന്നും പറഞ്ഞേക്കല്ല. പ്രൈസ് ഗോഡ്. ഇല്ലാത്തത് പറഞ്ഞ ഞാൻ പറയാം, നരകത്തിലേക്കുള്ള വിസ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞു. പ്രൈസ് ഗോഡ്. എയർപോർട്ടിലിട്ട് പിടിക്കുമെന്ന് പറഞ്ഞ പോലെ. സ്തോത്രം. പ്രോപ്പർ വിസ അല്ലെങ്കിൽ എന്തു ചെയ്യും? ഇമിഗ്രേഷൻ ചെക്കിങ്ങിൽ പിടിക്കും. ഇവിടത്തെ ഇമിഗ്രേഷൻ ചെക്കിങ്ങിൽ ചിലപ്പോൾ 1% ചിലപ്പം കടന്നെന്നിരിക്കും. പക്ഷെ പൊട്ടം 100% അരിച്ചു പെറുക്കേ വിടത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ദൂഷകന്മാർ. പിന്നെ അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്രം, ഇപ്പം നിങ്ങൾ ആരുടെയെങ്കിലും, നിങ്ങളുടെയൊക്കെ പ്രായമായാലും അമ്മയപ്പന്മാർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരെ ബഹുമാനിക്കാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോണം, നിന്റെ ഭക്തി വെറും വ്യാജമാണ്. അപ്പനെയും അമ്മയും കരയിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്നിൽ ദൈവഭക്തി ഇല്ല. സ്തോത്രം. അപ്പനെയും അമ്മയും പഠിപ്പിക്കാൻ പോകല്ലേ. അപ്പനും അമ്മയ്ക്കും 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ. നീ ഒരു പക്ഷേ ഡോക്ടറായിരിക്കും, അല്ലേ IAS കാരനായിരിക്കും, അല്ലെങ്കിൽ MA ഉള്ളയാളായിരിക്കും. പക്ഷെ നിന്നെ ആ നിലയിലാക്കിയത് നിൻ്റെ അപ്പൻ മുണ്ടുമുറുക്കി, സ്തോത്രം, കെട്ടിയതുകൊണ്ടാണ്. സ്തോത്രം. അമ്മ ഭക്ഷണം കഴിക്കാതെ, അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കാതെ ഞെരുങ്ങിയിട്ടാണ് നിന്നെ വളർത്തി ഈ നിലയിലെത്തിച്ചത്. ഇവിടെ ഇരിക്കുന്ന മക്കൾക്ക് ആർക്കും അവരുടെ അപ്പനെയോ അമ്മയോ, സ്തോത്രം, അനുസരിച്ചിട്ടില്ല എന്ന് പറയാനിടവരരുത്. അവരെന്തു പറഞ്ഞാലും അനുസരിച്ചോണം. വചനവിരുദ്ധമായിട്ടുള്ള കാര്യമല്ല. സ്തോത്രം. ഇതിന് വിരുദ്ധമായിട്ട് പറഞ്ഞാൽ സ്നേഹത്തോടെ പറയണം, ഇല്ല, അപ്പനെ കഴിഞ്ഞും അമ്മയെ കഴിഞ്ഞും അനുസരിക്കാൻ ഞാൻ ഒരു ഉടമ്പടി ചെയ്ത, എന്നോട് ഉടമ്പടി ചെയ്ത നിത്യനായ ഒരു ദൈവമുണ്ട്. ആ ഉടമ്പടി എനിക്ക് ലംഘിക്കാൻ പറ്റത്തില്ല. സ്നേഹത്തോടെ പറയണം. പ്രൈസ് ഗോഡ്.